ഹലോ നമ്മുടെ കുളം പറ്റിക്കലിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ അവസാനം ആദ്യം പിടിച്ച് തൊടിയിൽ ഇറക്കിയതായിരുന്നു. ഇറക്കിയ പോലെ തന്നെ അവനെ തിരിച്ചു കയറ്റി. എന്നിട്ട് ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. അത് നിറയുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്ത ടാങ്ക് പറ്റിക്കാൻ വിട്ടു. ഈ ഫ്രിഡ്ജ് വെട്ടിൽ നിറയെ നട്ടർ മീനുകളാണ്. ഇതിലേന്ന് കുറെ മീനുകളെ പിടിച്ചെടുത്ത് എന്നിട്ട് നേരെ തൊടിയിലേക്ക് മാറ്റി. വെള്ളം ഒരു നിറഞ്ഞു വന്നപ്പോഴത്തേക്ക് ബാക്കിയുള്ളതിനെ പിടിച്ചിടാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ നമ്മുടെ കൈതക്കോര, പിന്നെ സിലോപ്പിയ, വൈറ്റും ബ്ലാക്കും ഷാർക്ക്. ദാ സക്കറിനെ പിടിച്ച് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഫുള്ള് മുറിവുപാട്. ഈ സിമെന്റ് ടാങ്കിൽ കിടക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ. ദൈവന്മാരെ പിടിക്കാനായിരുന്നു പാട്. കാര്യം സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. അവന്മാരെ നമ്മൾ പാത്രത്തോടങ്ങ് തട്ടി. കുറച്ചുകൂടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജയിന്റെ ഓരോ കൂടെ പിടിച്ചിട്ട് പിന്നെ പോയി ബാക്കിയുള്ള നട്ടറിനെ പിടിച്ച് ബക്കറ്റിലാക്കി. എന്നിട്ട് ആ ഫ്രിഡ്ജ് വെട്ടിയും ക്ലീൻ ആക്കി എടുത്ത് ഇതിനെ അടുത്ത സ്പോട്ടിൽ വെക്കണം. അതിനുള്ള സ്ഥലമൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജ് വെട്ടിയും വെച്ച് അതിൽ വെള്ളം നിറച്ച് നട്ടറിനെ അങ്ങോട്ട് മാറ്റി. കൊള്ളാല്ലേ ഇവരെ കാണാൻ. അവസാനം നമ്മുടെ ചെറിയ ജയിന്റെ വരെ പിടിച്ച് അവന്റെ ടാങ്കിലേക്ക് മാറ്റി. രണ്ടിനെ ഒരുമിച്ചിട്ടാ തമ്മിത്തല്ല, അതുകൊണ്ട് രണ്ട് ടാങ്ക്. അതോടെ ആ പരിപാടി കഴിഞ്ഞു. ടാങ്കിന് നെറ്റ് വിട്ട് മറച്ച്. അത് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറ്റാൻ കുറച്ച് അവക്കാഡോ ഷേക്ക് കുടിക്കാന്ന് കരുതി. അവക്കാഡോ ചിരണ്ടി എടുത്ത് കൊടുത്തു. അപ്പൊ ഇത് ഷേക്ക് ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ഷേക്കും കുടിച്ച് നേരെ മീൻ പിടിക്കാൻ ബോട്ടിലെത്തി ലൂറൊക്കെ സെറ്റ് ചെയ്ത് കാസ്റ്റിംഗ്. ചേട്ടൻ അവിടെ എവിടെയൊക്കെ കാസ്റ്റ് ചെയ്ത് ഈ താമര പിടിച്ചിരിക്കുന്നതുകൊണ്ട് വലിയ പാടാണ്. അങ്ങനെ ഞങ്ങൾ മാറി പലയിടത്തും കാസ്റ്റ് ചെയ്യും. ഒരു രക്ഷയിൽ ഒന്നും കിട്ടിയില്ലെന്നുള്ള വിഷമം വേണ്ട. ലൂറ് കയറി കുരുങ്ങി താമരയിലേയും കൊണ്ടിഞ്ഞ് പോരും. ലാസ്റ്റ് താമരക്കുളം മാറ്റി പായലോളത്തിലേക്ക് പോയി. അവിടെ പോയി കാസ്റ്റ് ചെയ്തും ചൂണ്ട കയറി കുരുങ്ങിയ ചൂണ്ടേന് കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ചൂണ്ടയും പൊട്ടിച്ച് ബാക്കിയുള്ള ലൂറുമായിട്ട് വീട്ടിലേക്ക് ചൂണ്ടയിട്ട് മീനൊക്കെ തീറ്റയൊന്നും കൊടുത്തില്ലല്ലോ. ഇവിടെ വന്ന് നമ്മുടെ മീനൊക്കെ ആയും തന്നെ തീറ്റ കൊടുക്കും. ആ സമയം നമ്മുടെ വഴിയിലൂടെ തെല്ലുവണ്ടി കടക്കാരൻ വന്നു. നോക്കുമ്പോൾ നമ്മുടെ നൊസ്റ്റ സാധനം മണിയെടുത്ത് നോക്ക്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, ഒരെണ്ണം അങ്ങ് വാങ്ങി അൺബോക്സ് ചെയ്തതാ. ഇതാണ് സാധനം. ഞങ്ങളെപ്പോലെ 19 ഇതിന്റെ കുറെ ഓർമ്മകളായവർക്കാണ്. അങ്ങനെ നമ്മുടെ തോക്കെടുത്ത് പൊട്ടിക്കാൻ വേണ്ടി മണി ബുള്ളറ്റൊക്കെ ലോഡ് ചെയ്ത് വെടിവെക്കാൻ നോക്കിയപ്പോൾ തോക്കിന്റെ വെടി കഴിഞ്ഞു. ആദ്യത്തെ വെടിക്ക് തന്നെ സംഭവം. പിന്നെ പണ്ടത്തെ സ്ഥിരം പരിപാടി തന്നെ ഊരിപ്പണി. അപ്പൊ ശരി എന്നാ ഞങ്ങൾ ഇത് ഊരി പണിഞ്ഞിട്ട് വരാം. ബി ഹാപ്പി, ബൈ ബൈ ആൾ.